അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാംഗ്രൂവ്സ്. കണ്ടൽക്കാടിന്റെ പ്രാധാന്യം അഥവാ കണ്ടൽക്കാടുകൾ, മാംഗ്രൂവ്സ്. ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ കടലും കായലും ഒരുമിച്ച് ചേരുന്ന ചില പ്രദേശങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സാധനമാണ് ഇത് മാംഗ്രൂവ്സ് അഥവാ കണ്ടൽക്കാടുകൾ. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണൂരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, കണ്ണൂരിലേക്കൊക്കെ ട്രെയിനിലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കണ്ടൽക്കാടുകൾ കാണാം. വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ ജസ്റ്റ് റാൻഡായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനിവേ കണ്ടൽക്കാടുകൾ, മാംഗ്രൂവ്സ് പൊതുവെ കടൽ തീരത്താണ് കാണപ്പെടുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അത് 2 മാർക്കിനുള്ള ചോദ്യമായിരിക്കും പൊതുവെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 പോയിന്റ് എഴുതി കൊടുക്കണം. ടോട്ടൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം 5 പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങൾ അതിൽ 2 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ 5ഉം പഠിച്ചു വെക്കുക. എന്നാൽ പിന്നെ 2 മറന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഒന്നാമത്തെ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്. അത് വലിയൊരു മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. അവിടെ ഇഷ്ടം പോലെ മീനുകൾ ഉണ്ടാവും. അവിടെ ഇങ്ങനെ ചൂണ്ടലിട്ടാലും ചൂണ്ട ഇങ്ങനെ ഇടാൻ കാത്തു കേൾക്കണം, അപ്പത്തിന് ഐറ്റുകൾ കൊത്തും. അത്രയും മീനുകൾ ഉണ്ടാവും. മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്. അതാണ് ഒരു മെച്ചം. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറയാണ്. അവിടെ മീനുകൾ മാത്രമല്ല, പല വ്യത്യസ്തമായുള്ള പല ടൈപ്പ് ഓഫ് ജീവികൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ചെടികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഒരു വലിയൊരു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു കലവറയാണ് ഇത് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മത്സ്യസമ്പത്തിൻ്റെ ഒരു വെൽത്ത്, ഒരു ഉറവിടമാണ്. പിന്നെ അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. 2 പോയിന്റ് ആയല്ലോ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, ഇത് കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിലാണ്. കോസ്റ്റൽ സോയിൽ അഥവാ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കാനും ആര് സഹായിക്കും? ഈ കണ്ടൽക്കാടുകൾ സഹായിക്കും. തീരപ്രദേശത്തൊക്കെ എപ്പോഴും തിരയടിക്കുമ്പോൾ എന്ത് ചെയ്യും? തിര ഒന്നായിട്ട് വന്നിട്ട് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുള്ള മണ്ണൊക്കെ കുറേ കൊണ്ടുപോകും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ എല്ലാ മണ്ണും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തീരപ്രദേശത്ത് മണ്ണുണ്ടാവോ? ഇല്ല. അപ്പോൾ എല്ലാ മണ്ണും കൊണ്ടുപോകരുത്. അപ്പോൾ അതിനൊക്കെ ആര് സഹായിക്കും? കണ്ടൽക്കാടുകൾ സഹായിക്കും. കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കാൻ സഹായിക്കും. പിന്നെ മാത്രമല്ല, ഈ കണ്ടൽക്കാടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ സാധാ നോർമൽ ഫോറസ്റ്റ് ഉണ്ടല്ലോ, നോർമൽ ഫോറസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇത് ഇഷ്ടം പോലെ എന്ത് വലിക്കുന്നവരെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. കാരണം കണ്ടൽക്കാടുകൾ പെട്ടെന്ന് വളരുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഇതിന് കുറേ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഡിഫൻസ് അഗെയിൻസ്റ്റ് there are 4 to 5 times more carbon dioxide compared to evergreen forest. എവർഗ്രീൻ ഫോറസ്റ്റിനേക്കാളും 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? അധികം വലിച്ചെടുക്കുന്നുണ്ട് ആര്? കണ്ടൽക്കാടുകൾ നിത്യഹരിത വനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അവർ പെട്ടെന്ന് വളരുന്ന ഒരു സസ്യമാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കണം. അപ്പോൾ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ സഹായിക്കും? അവർ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിങ്ങിന് എതിരെ ഡിഫെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് ആഗോള പ്രതിരോധം ഒഴിവാക്കാനൊക്കെ ആര് സഹായിക്കും? ഇവർ സഹായിക്കും, കണ്ടൽക്കാടുകളെ. കാരണം നമ്മൾ അന്തരീക്ഷത്തിലുള്ള കുറേ കാർബൺ ഡൈ ഓക്സൈഡ് ഇവർ വലിച്ചെടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുമ്പോഴാണല്ലോ ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രശ്നം ആര് പരിഹരിക്കാൻ സഹായിക്കും? കണ്ടൽക്കാടുകൾ സഹായിക്കും. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സുനാമി തടയും. പ്രിവെൻഷൻ ഓഫ് സുനാമിയെ തടയാനും ആര് സഹായിക്കും? കണ്ടൽക്കാടുകൾ സഹായിക്കും. സുനാമിന്റെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ സുനാമി എന്നാണ് എഴുതേണ്ടത് കേട്ടോ. സുനാമി ഞാനൊക്കെ പണ്ട് ഇതെങ്ങനെ വായിച്ചതെന്നറിയോ? പ്രിവെൻഷൻ ഓഫ് സുനാമി ഞാൻ അങ്ങനെ പഠിച്ചിരുന്നത്. കാരണം എൻ്റെ മൈൻഡിൽ സുനാമി എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി സുനാമി എന്നാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ ഇവിടെ സൈലന്റ് ആണ്, പക്ഷെ എഴുതുമ്പോൾ ടീനെ എഴുതണം. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് സുനാമി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ കണ്ടൽക്കാടിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ സീ യു സൂൺ. വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.